Hi friends, welcome back to my channel. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെയുള്ള ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണ്. ഒരു ചെറിയ ക്രിസ്മസ് ട്രീ ആണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. ഞാൻ കളർ പേപ്പർ ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂസ് പേപ്പറിൽ കളർ ചെയ്തിട്ടായാലും എടുക്കാം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിൾ ആണ്. ഞാൻ രണ്ട് രീതിയിൽ കാണിച്ചു തരുന്നുണ്ട്. രണ്ട് തരം ക്രിസ്മസ് ട്രീ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾക്ക് ചെയ്തു കേട്ടോ. ഈ വീഡിയോയ്ക്ക് പിന്നാലെ തന്നെ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ക്രിയേറ്റീവ് മലയാളം ആർക്കാണ് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ആണെങ്കിൽ ഞാൻ വിളിച്ച് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീ വെക്കാനുള്ള സ്റ്റാൻഡ് റെഡിയാക്കണം. അപ്പോൾ ഞാനിപ്പോൾ ന്യൂസ് പേപ്പറാണ് എടുത്തിട്ടുള്ള സ്റ്റാൻഡ് റെഡിയാക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ന്യൂസ് പേപ്പർ ഒന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യുകയാണ്. ചിലർ ചെയ്ത് നോക്കുമ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് റോൾ ചെയ്ത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റിക്ക് അങ്ങനെ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് അങ്ങോട്ട് റോൾ ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റിക്ക് വലുതാണെങ്കിൽ ഫുള്ളായിട്ട് റോൾ ചെയ്യുക, അല്ലെങ്കിൽ പകുതി വെച്ചിട്ട് നമ്മൾ എടുത്ത് മാറ്റാം കേട്ടോ. എന്നിട്ട് ലാസ്റ്റിൽ ഗം അപ്ലൈ ചെയ്താൽ മതി. ഒരു കുഴപ്പം എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇങ്ങനെ റോൾ ചെയ്തിട്ട്. അപ്പോൾ ഇതുപോലെ റോൾ ചെയ്തിട്ട് ലാസ്റ്റിൽ കുറച്ച് ഗം അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചാൽ മതി കേട്ടോ. പിന്നീട് കട്ട് ചെയ്യുമ്പോൾ ഒന്നും അങ്ങനെ വിട്ടു പോരുന്നതായിട്ട് എനിക്കിതുവരെയായിട്ടും അതുപോലെ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിന് വെക്കാനുള്ള ഒരു ബേസ് വേണം. നമ്മുടെ സ്റ്റിക്ക് വെക്കാനുള്ള ഒരു ബേസ് വേണമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാർഡ്ബോർഡിൽ ചെറിയൊരു കാർഡ്ബോർഡ് ഞാൻ ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ അധികമൊന്നും വലുപ്പമൊന്നും വേണ്ട. നമ്മുടെ ട്രീ വെക്കാനുള്ളതനുസരിച്ചുള്ള അത്രയ്ക്കുള്ള വലുപ്പത്തിലുള്ള ഒരു കാർഡ്ബോർഡ് എടുത്താൽ മതി കേട്ടോ. നമുക്കിനി ഇത് രണ്ടിനും നമുക്ക് പെയിൻറ്റ് ഒഴിയണം. ഒരു ബ്രൗൺ കളർ പെയിൻറ്റ് കൊടുക്കണം. ട്രീയുടെ കളർ തന്നെയാണല്ലോ വേണ്ടത്. സ്റ്റെമ്മിൻ്റെ ഒരു കളറിൽ കളർ കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്തിരി ലൈറ്റ് ആയിട്ടുള്ള ബ്രൗൺ ആണ് ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് ബ്ലാക്ക് മിക്സ് ചെയ്താൽ മതി. ഞാനിപ്പോൾ മിക്സ് ചെയ്തിട്ടില്ല. ഇനി നിങ്ങളുടെ കയ്യിൽ ബ്രൗൺ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓറഞ്ചും ബ്ലാക്കും മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഇനി അതും ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് കളർ മാത്രം അടിച്ചു കൊടുത്താലും ഭംഗി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഈ ബേസിൻ്റെ ബാക്ക് പോർഷനിൽ കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ എന്തായാലും കൊടുക്കുന്നില്ല. നമ്മൾ എന്തായാലും സ്റ്റാൻഡായിട്ട് വെക്കുന്നതല്ലേ. വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി കേട്ടോ. ഇനി സ്റ്റിക്കും കൂടി കളർ ചെയ്തിട്ട് രണ്ടും നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. രണ്ടും നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഡ്രൈ ആയപ്പോൾ കുറച്ചും കൂടി ഡാർക്ക് കളർ വന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ഈ സ്റ്റിക്കിന് ഇത്രയ്ക്കും ലെങ്ത്ത് ആവശ്യമില്ല. അപ്പം ഞാൻ കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയാണ്. ഇനി നമ്മുടെ ആ സ്റ്റിക്കിനെ നമ്മുടെ ആ ബേസിലേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഗ്ലൂഗൺ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടി കിട്ടും. ഫെവിക്കോൾ ആയാലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ സ്റ്റാൻഡ് റെഡി ആക്കിയിട്ടുണ്ട്. സ്റ്റാൻഡ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ട്രീയുടെ സ്റ്റെമ്പാണ് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ ടോപ്പായിട്ടുള്ള ഭാഗം, അതായത് ലീഫും കാര്യങ്ങളൊക്കെ സെറ്റാക്കാനായിട്ട് ഞാനിപ്പോൾ ഗ്രീൻ കളർ A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു വട്ടം ഫോൾഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടിയും ഇതുപോലെ തന്നെ ഓപ്പോസിറ്റായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യാം കേട്ടോ. രണ്ട് വട്ടം ഇതുപോലെ ഫോൾഡ് ചെയ്യാം. ഇനി ഇതിൽ നമുക്ക് നിവർത്താം. അപ്പോൾ നിവർത്തുമ്പോൾ നമുക്ക് കുറച്ച് ലൈൻസ് കാണാം. ഇനി നമുക്ക് ആ ലൈൻസിൽ കൂടെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ ഒരേപോലെ തന്നെ മെഷർമെൻറ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ 4 പീസസ് കിട്ടും ഒരു ഷീറ്റിൽ നിന്നും. ഞാൻ 6 പീസ് എടുക്കുന്നുണ്ട്. 4 കാണിക്കുന്നുള്ളൂ, പക്ഷേ 6 എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ 4 ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 2 കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ 4 പീസിൽ ഒരെണ്ണം എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഫോൾഡ് ചെയ്യുകയാണ്. ഒരു വട്ടം കൂടിയും ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ചെറിയൊരു ലൈൻ ഇട്ട് കൊടുക്കണം. അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് ആ ലൈൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ലൈൻ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കത്രിക വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ആ ലൈൻ ക്രോസ് ചെയ്ത് പോവരുത്. ആ ലൈൻ അവിടെ വരെ മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഫുള്ളും നല്ല നൈസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫുള്ളും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നിവർത്തി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ ഫോൾഡ് ചെയ്ത ഭാഗങ്ങളിൽ കുറച്ചൊന്ന് കട്ട് ചെയ്യാനായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഭാഗത്തെ ലെങ്ത്ത് ഒന്ന് കറക്റ്റാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള പീസസും ഇതുപോലെ തന്നെ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ 4 എടുത്തിട്ടുള്ളൂ, 2 മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെക്കാൻ ഒരു കോൺ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഡാർക്ക് കളറുള്ള ഒരു പേപ്പർ എടുക്കുകയാണ്. ഇപ്പോൾ ഡാർക്ക് ഗ്രീൻ എന്നും പറയാം. അതെടുത്തിട്ട് ജസ്റ്റ് ഒന്നൊരു കോൺ പോലെ ഫോൾഡ് ചെയ്യുകയാണ്. നമുക്കറിയാമല്ലോ കോൺ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി അടിഭാഗം നല്ല റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക.
അപ്പോൾ നമ്മുടെ കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പേപ്പേഴ്സൊക്കെ ഈ കോണിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ലെയർ എടുത്തിട്ട് ഇതിൽ സിസേഴ്സോ അല്ലെങ്കിൽ സ്റ്റിക്കോ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് റിയാലിറ്റി തോന്നിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ ലെയേഴ്സിലും ഇതുപോലെ ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാ ലെയേഴ്സും ഞാനിപ്പോൾ അതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ കോണിലേക്ക് നമ്മുടെ ഈ ലെയേഴ്സിന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ഗം അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സാധാരണ ഒട്ടിക്കുന്ന പോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ലെയർ ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു വട്ടം കവർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അത് നമുക്ക് വേറെ എവിടെയെങ്കിലും തികയാതെ വന്നാൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ സെക്കൻഡ് ലെയറും കംപ്ലീറ്റ് ആക്കുക. അതുപോലെ ഇങ്ങനെ ഓരോ ലെയേഴ്സ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ കളർ പേപ്പർ കുറവാണെങ്കിൽ ആ കോണിൻ്റെ ഷേപ്പ് ഒന്ന് ചെറുതാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ആ പേപ്പറും അതിനനുസരിച്ച് തന്നെ നമുക്ക് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ കാണുമ്പോൾ ഇത്തിരി ഡിഫിക്കൽട്ടാന്ന് തോന്നും, പക്ഷേ ചെയ്യുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റിയ ഒരു ക്രിസ്മസ് ട്രീ തന്നെയാണ് അത്. അപ്പോൾ നമുക്ക് ഈ മെത്തേഡ് നിങ്ങൾക്ക് പറ്റുന്നില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത മെത്തേഡ് ഒന്ന് നോക്കുക. അപ്പോൾ അത് പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ 4 കംപ്ലീറ്റ് ആക്കിയപ്പോൾ തന്നെ ഇതാ ഇത്രയ്ക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഈ പീസും കൂടി കംപ്ലീറ്റ് ആക്കുമ്പോഴും തികയില്ല. പിന്നെ മറ്റേ നമ്മൾ മാറ്റി വെച്ച 2 ഇല്ലേ, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയ്ക്ക് വേണമെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ കോണിൻ്റെ ഷേപ്പ് ഒന്ന് ചെറുതാക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രിസ്മസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള 2 കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ടോട്ടൽ എനിക്ക് 6 പീസസാണ് ആവശ്യം വന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിന് ഡയറക്റ്റായിട്ട് നമ്മുടെ ആ സ്റ്റിക്കിലേക്ക് ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഞാനിപ്പോൾ ആ ക്രിസ്മസ് ട്രീ ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രീ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വേഗം തന്നെ നമ്മൾ രണ്ടാമത്തെ ട്രീയും റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പച്ച കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഫോൾഡ് ചെയ്ത പോലെ സിഗ്സാഗ് ആയിട്ട് ഫോൾഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിനി ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്കത് കിട്ടേണ്ടത് ഡയമണ്ട് ഷേപ്പിലാണ് കേട്ടോ. അത് കാരണം അതുപോലെ തന്നെ ബാക്കിയുള്ള പീസസും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കട്ട് ചെയ്ത പീസ് നമുക്ക് ആവശ്യമില്ല. ഇനി രണ്ടാമത് ഡയമണ്ട് ഷേപ്പിൽ കറക്റ്റ് കിട്ടുന്ന പീസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതുപോലെ തന്നെ ഫുള്ളായിട്ടും ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ 7 പീസായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് പറഞ്ഞ് എടുത്തിട്ട് ഞാനിപ്പോൾ അതിൻ്റെ സൈഡ്സ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ ഇതൊക്കെ ഇപ്പോൾ കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നുണ്ടാവാം. അപ്പോൾ അതിനൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ സൈഡ്സ് കട്ട് ചെയ്യാം. കണ്ടില്ല, അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും നമുക്ക്. അതിൻ്റെ 2 സൈഡ് അതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കിട്ടി. ഇനി നമുക്കതിൻ്റെ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ഇനി കട്ട് ചെയ്യാം കേട്ടോ. അതായത് നടുക്ക് ഒരു ചെറിയ കട്ടിങ്സ് കൊടുക്കുക. അതുപോലെ തന്നെ അങ്ങനെ കയറി കട്ട് ചെയ്ത് പോവാം. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് 5 പീസസ് കിട്ടും. അപ്പോൾ ഒരെണ്ണത്തിൽ നിന്ന് നമുക്ക് 5 പീസ് കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള പീസസും കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാം കട്ട് ചെയ്ത് മാറ്റിക്ക് ഇത്രയധികം പീസസ് കിട്ടിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സിസേഴ്സോ പെൻസിലോ യൂസ് ചെയ്താൽ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ റിയാലിറ്റി തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാത്തിൻ്റെയും ഇതുപോലെ ചെയ്തെടുക്കുക. ഇത് ഡിഫിക്കൽട്ടാണ്, പക്ഷേ നല്ല ഭംഗിയാണ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു എഫക്റ്റ് കിട്ടും അതിന്. അപ്പോൾ എല്ലാം ഞാൻ അങ്ങനെ ആക്കിയിട്ടുണ്ട്. അത് നമുക്ക് നമ്മൾ കോണൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ. ഇനി നമുക്ക് നമ്മുടെ ഓരോ പീസായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്നിന് അപ്പുറത്തായിട്ട് ഒറ്റ റോ കംപ്ലീറ്റ് ആക്കുക. അതുപോലെ തന്നെ സെക്കൻഡ് റോയും കംപ്ലീറ്റ് ആക്കുക. അങ്ങനെ തന്നെ ഫുള്ള് കംപ്ലീറ്റ് ആക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പേപ്പറിന് ആവശ്യത്തിനനുസരിച്ചുള്ള കോൺ തന്നെയാണ് ഞാനിപ്പോൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഒരു കോൺ ഫുള്ളായിട്ടും ഇങ്ങനെ അങ്ങ് ഒട്ടിച്ച് കംപ്ലീറ്റ് ആക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ കോൺ ഫുള്ളും ഞാനിപ്പോൾ നമ്മുടെ പേപ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ സ്റ്റാൻഡിലേക്ക് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ സ്റ്റാൻഡൊക്കെ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ആ കോണിന് നമ്മുടെ ഈ സ്റ്റാൻഡിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഫെവിബോൺ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഡ്രൈ ആക്കാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ട്രീ ഡ്രൈ ആക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കളർ പേപ്പേഴ്സ് ഇങ്ങനെ സ്റ്റാർസിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പല കളേഴ്സ്. അപ്പം നമ്മൾ ട്രീയിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റാർസ് ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മുടെ ട്രീ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. 2 ട്രീസ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. 2 നമ്മൾ നേരത്തെ വെച്ചത് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ ഈ ട്രീയിലേക്ക് ഞാൻ ഇപ്പോൾ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ സ്റ്റാർസൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റാർസ് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ മറ്റേ ക്രിസ്മസ് ട്രീയും ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രീസ് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവന് 3 റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം മുമ്പേ റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ഡെക്കറേഷൻ വർക്കായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് തെർമോക്കോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട്, തെർമോളിൻ്റെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ഒക്കെ ഇല്ലേ, അതൊക്കെയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അടിയിലേക്ക് ഒരു സ്നോ ഒക്കെ ഫാൾ ചെയ്യുന്ന ഒരു എഫക്റ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുക കേട്ടോ. പിന്നെ നടുക്കത്തെ ട്രീക്ക് ഞാൻ കുറച്ച് സ്റ്റാർസ് ഒക്കെ ഹാങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനൊന്ന് ഡെക്കറേറ്റ് ആക്കി എടുക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ ഡെക്കറേറ്റ് ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നല്ല അടിപൊളി വീഡിയോ നിങ്ങൾക്ക് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ലൈക്കും ഷെയർ കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.